റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ ഈമാനിന്റെ ഒരു മഹത്വം കൂടി പ്രവാചകൻ പറയാണ്. ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബത്തിനെ ചീത്ത പറയരുത്. ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബൻ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു. നിങ്ങളിൽ ഒരുത്തൻ, സഹാബത്തല്ലാത്തവരെ പറ്റി പറയാം, നിങ്ങളിൽ ഒരുത്തൻ ഉഹദ് മലയോളം സ്വർണം അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു നോക്കിക്കോളും. ഉഹദ് മല കണ്ട ആളുകളായിരിക്കും ഇതിലിരിക്കുന്ന അധികം ആൾക്കാർ. മസ്ജിദുൻ നബവിയിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന അത്രയും വലിയ മലയാണ് ഉഹദ് മല. അത്രക്കൊരു മനുഷ്യന്റെ അടുത്ത് സ്വർണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കുന്ന ഒരു അസംഭവ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും ഉഹദ് മലന്റെ അത്രക്കൊരു മനുഷ്യന്റെ അടുക്കൽ സ്വർണം ഉണ്ടാകുന്നു. അങ്ങനെ ആ ഒരു മനുഷ്യന് ഉഹദ് മലയുടെ അത്ര സ്വർണം കിട്ടിയത് സങ്കല്പിച്ച് ആ സ്വർണം മുഴുവനും അയാൾ അള്ളാഹിന്റെ മാർഗത്തിലാണ് കൊടുത്തു. നിങ്ങൾ ആലോചിക്കുക, എത്ര വലിയ ഒന്ന്. അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കണമെങ്കിൽ അവിടെ ഈമാന്റെ കടുകത്ത് എത്ര ഉണ്ടാവും? എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞോളൂ. കുറച്ചൊക്കെ പിടിച്ച് ഇപ്പൊ 2.5% സക്കാത്ത് കൊടുക്കാൻ തന്നെ പറഞ്ഞാൽ മനുഷ്യന്മാർ എന്തൊക്കെയോ ന്യായം പറഞ്ഞിട്ടേന്ന് കുതിരിച്ചാടാന്ന് നോക്കണം. അപ്പൊ നിങ്ങൾ ആ മനുഷ്യന്റെ ഈമാൻ എത്രയും കാര്യം ഉഹുദ് മലന്റെ അത്ര സ്വർണം അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുത്തു. പ്രവാചകൻ പറയാണ്, നിങ്ങൾ അങ്ങനെ കൊടുത്താലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഒരു സാഅ കൊടുത്താൽ, അല്ലെങ്കിൽ സാഅന്റെ പകുതി കൊടുത്താൽ അത്ര പോലും ആകുകയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഒരു പിടി കൊടുക്കുന്നതും നിങ്ങൾ ഉഹുദ് മല കൊടുക്കുന്നതും തുല്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത്രയും ഈമാനിന്റെ നിറകുടങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. ഇനി മറ്റൊരു ഹദീസിൽ കാണാം, റസൂൽ പറയാണ്, ഫല മഖാമു അഹദിഹിം സാഅതൻ ഖൈറും മിൻ ഇബാദത്തി അഹദികും 40 സന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചെലവഴിച്ച ഒരു സെക്കൻഡ്, ഒരു നിമിഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നബിന്റെ കൂടെ ഇങ്ങനെ ഇരുന്നല്ലോ, ഒരൊറ്റ സെക്കൻഡ്, ഒരു നിമിഷം ഇരുന്നത് നിങ്ങൾ 40 വർഷക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ മഹത്തരമാണ്. അതൊരു ഫളലാണ്. എന്നാൽ റസൂലുള്ളാഹിന്റെ കൂടെ വെറുതെ ഇരുന്നാൽ മതി. ആ ഇരുന്നതിന്റെ പുണ്യം നിങ്ങൾ ഒരാൾ 40 വർഷക്കാലം ഇബാദത്ത് എടുത്താലും കിട്ടാത്ത പുണ്യമാണ്. സുബ്ഹാനല്ലാഹ്. ഇത്രയും മഹത്വമുള്ളവരാണ് നമ്മുടെ മുൻഗാമികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. അതുകൊണ്ട് തന്നെയാണ് മഹാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണാം, പ്രവാചകന്റെ സഹാബത്ത് എന്ന് പറഞ്ഞ ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയി. മക്കത്ത് ജീവിച്ചവരൊക്കെ സഹാബിയായിട്ടില്ല, മദീനത്ത് ജീവിച്ചവരൊന്നും സഹാബിയായിട്ടില്ല, എല്ലാവരും സഹാബിയല്ല. മക്കത്ത് ജീവിച്ച അബൂജഹലും അബൂലഹബും ഉത്ബത്ത് ശൈബത്തൊക്കെ ഓൽക്കൊന്നുള്ള സുഹബത്തിന്റെ ഫള് കൊടുത്തിട്ടില്ല. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാകാൻ വേണ്ടി അല്ലാഹ് സെലക്ട് ചെയ്ത ആൾക്കാരാണ്. ഒരു ഈമാൻ നമുക്ക് മാതൃകയാണ്. അതേപോലെ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മാതൃക.